ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ അന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഇല്ല ആമസോണിൻ്റെ ഏതൊക്കെയാണ് ഓഫർ എന്നൊക്കെയുള്ള രീതിയിൽ. അതിനുശേഷം പിന്നീട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് ജസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ആ ഒരു ഇത് കാണാം, അല്ലെങ്കിൽ നോക്കാം എന്നുള്ളൊരു ഇതിൽ നമുക്ക് ചെയ്യാം. സോ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ആമസോണിൻ്റെ വലിയ ഡീൽസ് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. സോ എന്തായാലും 6 മുതൽ 12 തീയതി വരെയാണ് ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഈ ഫോണിനെ പറ്റി പലരും പറയുന്നുണ്ട്. അതായത് S21 FE 5G ഒക്കെ പോരാ എന്നുള്ള രീതിയിലൊക്കെ പല സ്ഥലത്ത് നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഓഫറുകളിൽ ഇതിനകത്ത് ഇട്ടിട്ടുള്ള എമൗണ്ടുകൾ എന്ന് പറയുന്നത്. iQZ9 ലൈറ്റ് 11,499 രൂപ, ആ രീതിയിലൊക്കെ. ഇപ്പം 12,900 15,000 താഴെയൊക്കെ ഫോൺ നോക്കുന്നവർക്കുള്ള ഓപ്ഷൻസാണ് ഈ iQ. റിയൽമി നാസ്രോ 70. റിയൽമി നാസ്രോയാണ് എൻ്റെ അമ്മ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല ഫോണാണ്. മീൻസ് അമ്മയ്ക്കൊക്കെ ആ ഒരു ഇതിൽ നല്ല ഫോണാണ്. ക്യാമറയും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ വൺ പ്ലസിൻ്റെ കാര്യം ഒരു പിടുത്തവുമില്ല. ഇന്നത്തെ ആ വര വീഴുന്ന ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം. സോ ഫോർ യു നമുക്കായിട്ട് ഡീലൊക്കെ ഉണ്ട് അല്ലേ, നോക്കാം നമുക്ക് എന്തൊക്കെ ഡീലാണുള്ളത്. ഓക്കെ, ഗോപ്രോ DJI ഓസ്മോ ആക്ഷൻ ഫോർ സ്റ്റാൻഡേർഡ് കോംബോ 31,990. മൈക്ക് 35,989. S23 അൾട്ര 5G 84,999. ഗുഡ് ഡീലാണോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അത് എത്ര GB ആണ്? ഓക്കെ, 12 GB 256 അല്ലേ. നല്ല ഡീലായിരിക്കുമല്ലോ, എനിക്കറിയില്ല അതിനെപ്പറ്റി. ആ ഒരു സംഭവം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ സയോമി പാഡ് 6 24,999. ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ള ഓഫറുകളാണെന്ന് തോന്നുന്നില്ലേ. ഓൾ ഡീൽസിൽ നമുക്ക് പോയി നോക്കാം. ഓൾ ഡീൽസിലാണ് നമ്മൾ നേരത്തെ നോക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇത് ഈ മൈക്ക് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളൊരു മൈക്കായിരുന്നു കേട്ടോ. സോ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു കിടിലൻ മൈക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. മീൻസ് അതിൻ്റെ ചെറിയ സൈസ് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ കൊണ്ടു നടക്കാനും എല്ലാത്തിനും ഉപകാരമാണെന്ന് പറയുന്നത്. സോ ഇത് ഓൾ ഇൻ വൺ കോംബോ എനിക്ക് തോന്നുന്നു 15,000 രൂപയായിട്ടായിരുന്നു കഴിഞ്ഞ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2,000 രൂപയായിട്ടും കുറവുണ്ട്. നല്ല കുറവ് തന്നെയാണ് 2,000 രൂപ എന്ന് പറഞ്ഞാൽ. ഈ മൈക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മീൻസ് ഇത് ഫുൾ കിറ്റാണ് കേട്ടോ. ഇവർ പറയുന്ന ഫുൾ കിറ്റാണ് ഇത്. ഈ 2 മൈക്കും ഒരു റിസീവറും മാത്രമായിട്ട് തരും. അപ്പോൾ ഇത് ഫുൾ കിറ്റാണ്. ഇത് ക്യാമറയിൽ അടക്കം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിറ്റാണ്. സോ നല്ലൊരു ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നല്ലൊരു ഡീലായിരിക്കും ഇതിപ്പോൾ. ഇതിൻ്റെ ഈ സംഭവം മാത്രമാണെങ്കിൽ, അതായത് ഇതും ഈ ഒരു കണക്ഷൻ കേബിളും ഇത് മാത്രമാണെങ്കിൽ 10,999 കിട്ടും. വൺ ഓപ്ഷൻ ഫ്രം 16,900. ഇതെന്താണ് അതറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഓഫർ അടിപൊളി ഓഫറാണ്. അതായത് 12,990 ഈ മൈക്ക് വെർത്താണെന്ന് തോന്നുന്നു. കുറേ പേര് യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയില്ല. അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ iPhone 13 48,999. ഇനി iPhone 13 എടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. ഒരു തരത്തിലും യോജിപ്പില്ല. iPhone 13 അടിപൊളി ഫോണൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് ഇനി iPhone. പിന്നെ ഇത് നല്ലൊരു ഡീലാണ് കേട്ടോ. ഈ റിയൽമി GT60 5G ഇത് അത്യാവശ്യം നല്ലൊരു ഡീലാണ്. കുഴപ്പമില്ലാത്ത ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. എല്ലാം കൊണ്ടും ബാറ്ററി ആണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. റിയൽമി GT60 അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓഫർ 30,000-നൊക്കെ നല്ലൊരു ഓഫറാണ് ആ ഒരു ഫോൺ എന്ന് പറയുന്നത്. പിന്നെ TV ഒരാൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു TV-നെ പറ്റിയിട്ട്. ഓക്കെ, TV എനിക്കങ്ങനെ വലിയ അറിവ് TV-നെ പറ്റിയൊന്നുമില്ല. പക്ഷേ ഇത് ഓഫർ പ്രൈസിൽ ഇപ്പോൾ 42,999 24,999 കാണിക്കുന്നത്. ഏകദേശം അതായത് ചിലപ്പം ഒരു 2,000-3,000 രൂപയൊക്കെ കുറവ് ഉണ്ടാവും എന്തായാലും. TV ഒക്കെ അല്ലേ. സോ TV
എങ്ങനെയാണ് ഓൺലൈനിൽ മേടിച്ചാലുള്ള അവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിതൊരു പർച്ചേസ് ചെയ്തൊരു സാധനമാണ് ടി വി. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. ഫോണൊക്കെ പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണല്ലോ. പിന്നെ ബാഗുകളാണെങ്കിൽ ഇത് അടുത്തൊരു ടി വി 4K വിവിഡ് പ്രോ. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. അതിനെപ്പറ്റി വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. എൻ്റെ മോണിറ്റർ സാംസങ് ആണ്. നല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ സാധനമാണ്. 4K അപ്പ് സ്കെയിലിംഗ്, പവർഫുൾ ബ്രൈറ്റ്നസ്, മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റൻറ്റ്. 55 ഇഞ്ചിൻ്റെ ടി വി അല്ലേ, 45,990. നല്ല ഡീലായിരിക്കും അല്ലേ. അൾട്രാ HD സ്മാർട്ട് LED ടി വി. ഓക്കെ, സോ എനിക്ക് ഡീല് ഇതിപ്പോൾ കാർഡുള്ളവർക്കൊക്കെയാണല്ലോ ഇതിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോ സാധനങ്ങൾക്കൊക്കെ എന്താ പൈസ അല്ലേ. സോ ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിലിൽ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ടി വി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എല്ലാ സാധനം ഗ്രേറ്റ് ഫ്രീഡം സെയിലിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ മുൻകൂട്ടിയുള്ള വിലയും കൂടി നമ്മൾ എടുത്തു വെക്കണമായിരുന്നു. അതാണ് നമുക്ക് പറ്റിയത്. മുൻകൂട്ടിയുള്ള വില എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. സോ ഇത് ഈ ഒരു സംഭവത്തിനും കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. 2,000-3,000 രൂപ കേട്ടോ മുന്നേ ഉള്ളതിനെക്കാട്ടും കുറഞ്ഞിട്ടുണ്ട്. ഹോണർ പാഡ് 9. ഇതിൻ്റെ കൂടെ കീബോർഡും ഫ്രീ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ഹോണർ പാഡ് വിത്ത് ഫ്രീ ബ്ലൂടൂത്ത് കീബോർഡ്, 12.1 ഇഞ്ച്, 2.5K ഡിസ്പ്ലേ, 8GB 256GB സ്റ്റോറേജ്, സ്നാപ്ഡ്രാഗൺ 6 Gen. പ്രോസസ്സർ കുറച്ച് ഇതാണ്, പക്ഷെ എന്നാലും അടിപൊളിയാണ്. വൈഫൈ ടാബ്ലറ്റ് ആണ്, മെറ്റൽ ബോഡിയാണ് വരുന്നത്. സോ ഒരു ടാബൊക്കെ യൂസ് ചെയ്യാൻ, സിനിമ കാണാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടാബ്, അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, സോ ഞാനന്ന് കടയിൽ പോയി കഴിഞ്ഞപ്പം ആപ്പിളിൻ്റെ ടാബ് കണ്ടിട്ടുണ്ടായിരുന്നു. 31 അവർ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കീബോർഡിന് തന്നെ ഉണ്ട് 10-20 രൂപ. പിന്നെ അതിൻ്റെ പേനമാണെങ്കിൽ അതിനും വേറെ സെപ്പറേറ്റ് പൈസ. അപ്പം മൊത്തം നല്ലൊരു പൈസ വരില്ലേ. പക്ഷേ ഭയങ്കര രസം കേട്ടോ. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ എന്ത് രസമാണെന്ന് അറിയുമോ. ഭയങ്കര നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയൊക്കെയാണ്. സോ ആപ്പിളിൻ്റെ ഫോണിൻ്റെ വില നമ്മൾ ആപ്പിളിൻ്റെ ഫോണിൻ്റെ വില നോക്കിയില്ലല്ലോ. ആപ്പിൾ 15 ഇതിനകത്ത് ബ്ലോക്ക് ബസ്റ്റർ ഡീലൊന്ന് നോക്കി വെക്കാം. എന്തെങ്കിലും നമുക്ക് ബ്ലോക്ക് ബസ്റ്റർ ഡീലിൽ എന്തെങ്കിലും കുറവ് തോന്നുന്ന സംഭവം. ക്രോക്സ് 2,999. ഓക്കെ, ബ്ലോക്ക് ബസ്റ്റർ ഡീല് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് ആപ്പിൾ ഐപാഡ് 10th Gen. ഈ സംഭവം ഇത് വൈഫൈ ഉള്ളിയാണ്. 30,900. ഇത് കാണുമ്പോൾ ഈ സാധനം നമുക്ക് അമ്മാതിരി രസം. അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാം. ടച്ച് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്നെസ് ആണ്. ഇതിപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഫോൺ, iPhone 15 Plus. സോ iPhone 15 Plus ഈ ഒരു സംഭവം ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റാണ് ഈ സാധനം. സോ ഇതിനും ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. ആമസോൺ ഫ്രീഡം സെയിലിലൊക്കെ ആണെങ്കിലും ഇതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. സോ ഇറ്റ് ഈസ് നല്ലൊരു ഡീലൊക്കെ വരികയാണെങ്കിൽ 15 Plus നിങ്ങൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഇതുവരെ ചാർജിങ്ങിലായാലും ഒരു നല്ലൊരു ഡീസൻറ്റ് ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് ഐഫോണാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി 15 Plusൻ്റെ റേറ്റ് കുറഞ്ഞോന്ന് നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. സോ ഓക്കെ, സോ ആപ്പിളിൻ്റെ ഐപാഡൊക്കെ കാണുമ്പോൾ കൊതിയാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇപ്പം ഡീല് വന്നിട്ടുള്ളത്. ബ്ലോക്ക് ബസ്റ്റർ ഡീലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലാപ്ടോപ്പുകളൊക്കെ നോക്കുന്നുണ്ടല്ലേ. ലാപ്ടോപ്പുകളൊക്കെ ഇത് ഒരു ടാബാണ് കേട്ടോ. OnePlus Pad Go നല്ലൊരു ടാബാണ്. മീൻസ് ഡിസ്പ്ലേ വൈസ് നല്ല 2.4K ഡിസ്പ്ലേ ഉണ്ട്, 7.5 റേഷ്യോയിൽ വരുന്നതാണ്. സോ നല്ല ഡിസ്പ്ലേ ഒക്കെയാണ്. സോ ടാബൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. സോ ഫ്ലിപ്കാർട്ടിൽ ओके सेल इज लाइव डील्स चाहिए सबको पर मिलेगा सिर्फ इंडिया को. ओके इंडिया को. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. മോട്ടോ എഡ്ജ് 50 ഈ മോട്ടോ എഡ്ജ് ഇതിനകത്ത് കിട്ടും നോക്കാം. നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാം. മോട്ടോ എഡ്ജ് 50. ഓക്കെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 20,999. ഓക്കെ 20,999 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് റേറ്റ് 22,999 ആണല്ലോ. ഓക്കെ ഹോട്ട് പിങ്ക് 128 GB 8 GB റാം കേട്ടോ.
ഓക്കെ 50 ഫ്യൂഷൻ 5G മാഷ്മെല്ലോ 8GB റാം 128 ഓക്കെ 8GB റാം 128 24 2000 രൂപേൻ്റെ വ്യത്യാസമുണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിൽ. ഇത് 12GB 256 ആകുമ്പോൾ 12GB 256 ആകുമ്പോൾ ഇവിടെ 12GB 256 ആകുമ്പോൾ 24,999. ഓ മൈ ഗുഡ്നസ്, ഇതിനകത്ത് 28 4000 രൂപ. ഓക്കെ 4000 അല്ലേ, 4000 രൂപേൻ്റെ കുറവോ, 4000 3000 ഇത്ര രൂപേൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. സോ ഫ്ലിപ്കാർട്ടിൽ ഇതൊരു നല്ല ഡീലാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഡീലാണ് ഈ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ. ഇത് എനിക്ക് ഫോണിനെ പറ്റി അറിയില്ല, പക്ഷേ നല്ലൊരു ഓഫറാണ് അവിടെ കണ്ടത്. സോ 2000 രൂപേൻ്റെ വ്യത്യാസം ആമസോണും ഫ്ലിപ്കാർട്ടിലും തമ്മിൽ. വിവോ T3 ഓക്കെ, സാംസങ് X23 FE. ഓക്കെ സാംസങ് S23 FE നമുക്ക് നോക്കാം. ഫോണിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല, എന്നാലും സാംസങ് ഓക്കെ. സോ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കമ്പാരിസൺ ചെയ്യാമല്ലോ. സാംസങ് S23 FE, സാംസങ് 34 12GB 8GB റാമാണ്, 34,524. 12GB 8GB 128. 8GB 128ന് 36,999. സോ ഈ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ആമസോണിൽ ഇതിന് റേറ്റ് കുറവാണ്. അയ്യോ ആമസോൺ പോയി, അയ്യോ ഹിസ്റ്ററി. ആമസോണിൽ S23 FEക്ക് 8GB റാം 128ന് 34,524, ഇതിനകത്ത് 36,999. സോ ആ ഒരു ഫോൺ സാംസങ് S23 FE വാങ്ങുകയാണെങ്കിൽ. പിന്നെ കളറിൽ മാറ്റം വരുന്നുണ്ട് തോന്നുന്നു അല്ലേ, കളറിൽ ഇത് രണ്ടും കളർ ഏകദേശം സെയിം ആണല്ലോ. സോ അപ്പോൾ ആ ഡീൽ പ്രകാരം അത് ആമസോണിലാണ് സാംസങ്ങിൻ്റെ ആ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ലാഭം. കൊള്ളാം, നൈസ്. അപ്പോൾ രണ്ടിലും നല്ല ഓഫറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ വല്ല സാധനമുണ്ടോ? TVയോ വാഷിംഗ് മെഷീനോ? ഓക്കെ ടാബ്ലറ്റ് 7,199. ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ആപ്പിളിൻ്റെ ആ സാധനമല്ലേ, നോക്കാം. ലെനോവോ 12,999, റിയൽമി പാഡ് 14,999, മോട്ടറോള ഓക്കെ ഗാലക്സി 21, സയോമി വൺ പ്ലസ് ഇത് നമ്മൾ അവിടെയും 17,000 തന്നെയല്ലേ കണ്ടേ. അതെ ആമസോണിൽ ഈ സാധനം 17,000 തന്നെയാണ് കണ്ടതെന്ന് തോന്നുന്നു. അതെ എനിക്ക് തോന്നുന്നു 17,000 തന്നെ നമ്മൾ കണ്ടത്. അതെ 17,999. അത് ഫ്ലിപ്പിലും 17,999. ഒരു പ്രൊഡക്റ്റിന് ഒരേ വിലയൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം, വേറെ പരിപാടികൾ നൈസാണ്. ഓക്കെ ടാബ് ഇപ്പോൾ രണ്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ചും കൂടി സെലക്ഷൻ തോന്നുന്നു. ഫ്ലിപ്കാർട്ടിന് ഇൻ്റർഫേസ് കുറച്ചും കൂടി ബെറ്റർ, എനിക്ക് മീൻസ് ക്യാച്ചിയാണ്, നമുക്ക് സാധനം കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നുണ്ട്. സൈക്കിൾ ഹെൽമെറ്റ് കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നൂല്ലേ, പക്ഷേ 5 പൈസ ഇല്ലെങ്കിലും നമ്മൾ ഈ സാധനമൊക്കെ നോക്കുന്നത്. ഓക്കെ 80% ഓഫ് ഫർണിച്ചറിന്. ഫർണിച്ചർ ഓഫീസ് ചെയർ ഫർണിച്ചറിൽ എന്തൊക്കെയാണ് കുറവ്? 18,999. ഇത് ഗെയിമിംഗ് ചെയറാണ് ഗൈസ്, ഇങ്ങനെ കടന്നൊക്കെ ഇതാക്കാൻ പറ്റും. എന്ത് ചെയ്യാം, നമുക്കൊന്നും ഓഫ് നയാ പൈസയില്ല ഗൈസ്. 3,998. ഈ ചെയറിന് 3,500 ഇത് ഞാൻ ഓഫ്ലൈൻ മേടിച്ചാൽ. ഇത് നമ്മുടെ ബാർബർ ഷോപ്പിലൊക്കെ ഉള്ള ചെയറിലെ കൊള്ളാല്ലേ, നല്ല കുഷ്യനൊക്കെ, നല്ല രസമുള്ള കുഷ്യൻ. ഓക്കെ ഇത് നല്ല ചെയറാട്ടോ, അതിന് കടക്കാൻ പറ്റുന്ന നല്ല ബാക്ക് ചാരിയൊക്കെ കിടക്കാൻ പറ്റുന്നത്. സോ ഫർണിച്ചറൊക്കെ ഡീൽസ് ഫോർ ഡീൽസ്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും കാർഡുള്ളവർക്കാണല്ലോ ഈ ഡീൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ICICI, ബോംബ് കാർഡ്, യെസ് ബാങ്ക്, ഇവർക്കാണ് ഇതിനകത്ത് ബെനിഫിറ്റ് കൂടുതൽ. നമുക്കൊന്നും ബെനിഫിറ്റില്ല. ഈ ഫ്ലാസ്ക് കൊള്ളാലോ, ഫ്ലാസ്കിന് എന്താ ഹോം എസെൻഷ്യൽ 49 രൂപയ്ക്കോ. ഓക്കെ നമുക്ക് പാത്രങ്ങൾ നോക്കാം. പാത്രങ്ങൾ ഈ സാധനം കൊള്ളാമല്ലേ, നല്ല പാത്രം വെക്കുന്ന ഒരു സംഭവം അല്ലേ. ഇതും പാത്രം കഴുകി വെള്ളം പോകാൻ വെക്കുന്ന സംഭവം അല്ലേ. 189. എന്തെങ്കിലും വാങ്ങാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാം, എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഇത് കൊള്ളാമല്ലേ, ഈ സാധനം കൊള്ളാം. ഫ്രീ ഡെലിവറി
297. ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നത്? ഓ നൈസ്. പക്ഷെ ഇത്രയും സാധനം വാങ്ങണ്ടേ? ഈ സ്പൂണൊന്നും ഇവർ തരില്ലല്ലോ. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഇൻറ്റീരിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുക്കുന്നു ഗോപാലൻ. ഇത് ഈ ടേബിളായിരിക്കും അല്ലേ? രസമുണ്ടത്. കുഴപ്പമില്ല. 1577. വാട്ടർ ഡിസ്പെൻസർ കിച്ചൺ റാക്ക്. ഈ ഗ്ലാസ് വെക്കുന്ന സാധനമല്ലേ, തുണിയൊക്കെ ഇടുന്ന പോലത്തെ സംഭവം. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. 399. നല്ല എന്തെങ്കിലും സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കണം ആമസോണിൽ. എന്നിട്ട് റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ മേടിച്ച് റിവ്യൂ ചെയ്യണോ? ഇത് കൊള്ളാലോ, 810. ഈ സാധനം കൊള്ളാലോ. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഇത് കൊള്ളാം. റാക്ക് കൊള്ളാം ഗൈസ്, കൊള്ളാം. 2199 അല്ലേ? ഓക്കെ. സോ നമുക്ക് ബാക്ക് ടു നമ്മുടെ നോർമൽ സെയിൽസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കട്ടെ. ടി വി നമുക്ക് അതിനകത്ത് നമ്മൾ നോക്കിയില്ലേ, 55 ഇഞ്ചിൻ്റെ ഒരു ടി വി കാണിക്കൂ ഫ്ലിപ്കാർട്ട്. ടി വി ഇല്ലേ? ടോപ്പിക്സ് ബെസ്റ്റ് വാല്യൂ. എവിടാ ടി വി എന്ന് പറഞ്ഞിട്ട് ടി വി കാണിക്കുന്നില്ല ഗൈസ്. ഒരു 22,000 രൂപയ്ക്ക് ബോട്ടം മൗണ്ട് റെഫ്രിജറേറ്റർ. ഇത് ടി വി ഒക്കെ ഉള്ള റെഫ്രിജറേറ്റർ. അത് കാണിച്ച് പറ്റിച്ചോ? ആ ടി വി എവിടെ? എൻ്റെ അമ്മ, 62,000. 84,000 ഫ്രിഡ്ജ്. ഇതാണ് ടി വി ഒക്കെ. ടി വി അല്ലല്ലോ, ഇതെന്തോ സംഭവമല്ലേ. 1,59,899. അരെ വാ. 7,000-8,000 രൂപേൻ്റെ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന നമുക്ക് 1,59,990. നമ്മുടെ കയറി കാര്യങ്ങൾ എനിക്കറിയില്ല. നമ്മൾ വാങ്ങും കേസ്, നമ്മളൊരു ദിവസം വാങ്ങും അല്ലേ? നമ്മൾ വാങ്ങി കാണണ്ട. പക്ഷെ ടി വി ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ടി വി കാണുന്നില്ല കേസ്, ടി വി കാണുന്നില്ല. ഓക്കെ. സോ മോണിറ്റർ, ടോപ്പ് ഡീൽസ് മോണിറ്റർ. ഓക്കെ. സോ 27 ഇഞ്ചിൻ്റെ ടി വി. 10,990. ഇത് എത്രയാണ്? റിഫ്രഷ് റേറ്റ് എത്രയുണ്ടോ? ഹെഡ്സ്. ഓക്കെ, റിഫ്രഷ് റേറ്റ് 100 ഹെഡ്സ് ആണ്. കുഴപ്പമില്ല, നല്ല ഡീലാണ് കേട്ടോ. ഇത് നല്ല ഡീലാണ്. പക്ഷേ ഇത് എനിക്ക് ബെൻക്യൂ, എനിക്ക് കമ്പനി അറിയില്ല. ഇത് ഡെൽ SC സീരീസ് 27 ഇഞ്ച് 75 ഹെഡ്സ്. ഗെയിം പക്ഷേ റിഫ്രഷ് റേറ്റ് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ നല്ല ഗെയിം 144 ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമാണ് ഗെയിമൊക്കെ കളിക്കാൻ. സോ എന്തായാലും ഡെൽ SC ഉണ്ട്. ഓക്കെ. ഇത് നല്ല ഡീലാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ചോയ്സ് ഇതാണ് കേട്ടോ. എൻ്റെ മോണിറ്റർ ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ആണ് എൻ്റെ മോണിറ്റർ. നല്ല മോണിറ്ററാണ്, നൈസ്, നല്ല രസമുള്ള. സോ ഇതും നല്ല ഡീലാണ് കേട്ടോ. ഇതും 100 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്നത്. എൻ്റെ 75 വരുള്ളൂ. ഇത് 100 ഹെഡ്സ് വരുന്നുണ്ട്. സോ ഏസറിൻ്റെ ആണ്. കൊള്ളാം, നല്ല ഡീലാണത്. അത്യാവശ്യം നല്ലൊരു ഡീലാണ്. സോ മോണിറ്ററൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വാങ്ങുക ഗൈസ്. ഓപ്പോ K12X 5G. ആ ഫോണിന് വില കുറവില്ലേ? അതൊന്നും കാണിക്കുന്നില്ലല്ലോ. അവരാണ് സ്പോൺസർ ചെയ്യുന്നത്, പക്ഷെ അവർ കാണിക്കുന്നില്ല. ഹെൽമെറ്റിന് ഓക്കെ. ഇത് ബൈക്കിൻ്റെ ആക്സസറീസ് ഒക്കെ ആയിരിക്കും അല്ലേ? പ്ലെയർ ഗ്ലൗസ് 240. നല്ല ഡീലാണല്ലോ. ഈ സാധനത്തിന് ആ പ്രൈസ് ഉണ്ട്. നല്ല ഡീലാണ്. ഇവിടെ സാധാ ചില കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ്. അവർ 400 രൂപയൊക്കെ മേടിക്കും ചില സമയത്ത്. ഇത് നല്ല ആ ഒരു ഫോൺ വെക്കുന്ന സാധനം. ഓക്കെ. ഈ സാധനം കൈയിടുന്ന കൈയുറ 1288. ഈ തുണി നല്ല ഹെൽപ്പാട്ടോ. വണ്ടി കഴുകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി കഴുകാൻ പറ്റുന്ന തുണിയാണ്. നമുക്ക് പറ്റൊരു ഡീലും ഇല്ലല്ലോ ഗേസ്. എന്തെങ്കിലും സൈക്കിള്. ഒരു ക്രിക്കറ്റ് ബാറ്റ് നോക്കണം ഗേസ്. ക്രിക്കറ്റ് ബാറ്റ് വല്ലതും ഉണ്ടോ ഗേസ്? എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്ന് ഇപ്പോൾ വല്ലാത്ത പൂതി. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം.
കണ്ടോ, നമ്മൾ നോക്കുന്ന ഒരു സാധനം ഇതിനകത്തില്ല. ഫുട്ബോൾ 299 രൂപ. നിബ്യ വന്നിട്ടാ, നമ്മ ഉണ്ണി വന്നിട്ട. ഇത് പ്ലാസ്റ്റിക് ബാറ്റാണോ? ഓ, ഹാർഡ് പ്ലാസ്റ്റിക് ഫോർ പ്ലാസ്റ്റിക് ബാറ്റോ. ഓ, ഇതൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ. സ്റ്റെമ്പ്. ആ ഓ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി ரொம்ப ദൂരം പോയിട്ട് റാം. സോ ഇതൊക്കെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം സെയിലിൻ്റെയൊക്കെ അവസ്ഥ. ഓക്കെ, എന്തായാലും കൊള്ളാം ഗേസ്. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു എന്തെന്നാ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ അവസ്ഥ. വെറുതെ കയറി നോക്കാം, പിന്നെ റേറ്റ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വാങ്ങാം. കയ്യിൽ പൈസ ഉള്ളതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കയറി നോക്കാം. സോ പിന്നെ ആർക്കെങ്കിലും ഇപ്പം സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ജസ്റ്റ് വെറുതെ ഈ ഒരു ലൈവിൽ ഇതിലിരുന്ന് കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ. സോ എന്തായാലും അടിപൊളി. നിങ്ങളൊക്കെ സാധനമൊക്കെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീലൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഞാൻ ജസ്റ്റ് ഒരു ഗോ ത്രൂ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തതാണ്. സോ നൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.